ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് 2 വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, LGS, LDC ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന പോയിന്റുകളാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് മൗലാന അബുൽ കലാം ആസാദ് ആണ്. മൗലാന അബുൽ കലാം ആസാദാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്ന സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ഡെഫറിൻ പ്രഭു ആയിരുന്നു വൈസ്രോയി. ഡെഫറിൻ പ്രഭു ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്തെ വൈസ്രോയി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം ഏതാണ്? ന്യൂഡൽഹി ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിൽ ആണ്. അതുപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് JB കൃപലാനി ആയിരുന്നു. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി ഭാഷയെ അംഗീകരിച്ചത് അല്ലെങ്കിൽ തെരഞ്ഞെടുത്തത് 1925 കാൻപൂർ സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷ സരോജിനി നായിഡു ആയിരുന്നു. അപ്പോൾ ആദ്യമായി ഹിന്ദി ഭാഷ ഔദ്യോഗിക ഭാഷയെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയെ അംഗീകരിച്ചത് 1925 കാൻപൂർ സമ്മേളനത്തിലായിരുന്നു. അധ്യക്ഷ സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത എന്ന് പറയുന്നത് ആനി ബസന്റ്. ആദ്യ വിദേശ വനിതയും ആനി ബസന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആനി ബസന്റ് ആണ്. ഇനി 1905 ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ബനാറസ് സമ്മേളനം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജന സമയത്ത് 1905 ബംഗാൾ വിഭജന സമയത്ത് ഗോഖലെ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ബനാറസ് സമ്മേളനത്തിൽ ആണ്. ഇനി ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. 1939 ത്രിപുരി സമ്മേളനത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആരെയാണ് പരാജയപ്പെടുത്തിയ സുഭാഷ് ചന്ദ്രബോസ്? പട്ടാഭി സീതാരാമയ്യെ. ഗാന്ധിജിയുടെ നോമിനിയായി നിന്ന പട്ടാഭി സീതാരാമയ്യയെയാണ് പരാജയപ്പെടുത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. എന്നാൽ അനൈക്യം മൂലം സുഭാഷ് ചന്ദ്രബോസ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പ്രസിഡന്റായി തീർന്നത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. അതിൽ SK പൊറ്റക്കാട് പങ്കെടുത്ത സമ്മേളനം 39 ത്രിപുരി സമ്മേളനം ആണ്. SK പൊറ്റക്കാട് പങ്കെടുത്ത സമ്മേളനം ത്രിപുരി സമ്മേളനം ആണ്. ഇനി സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് പ്രസിഡന്റ് ആയത്, തിരഞ്ഞെടുക്കപ്പെടാതെ അല്ലാതെ പ്രസിഡന്റ് ആയത് 1938 ഹരിപുര സമ്മേളനത്തിൽ ആണ്. ആ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായി നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ആരുടെ അധ്യക്ഷതയിൽ? ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സമ്മേളനം 1939 ത്രിപുരി സമ്മേളനത്തിൽ വെച്ച് പട്ടാഭി സീതാരാമയ്യനെ പരാജയപ്പെടുത്തിയാണ് പ്രസിഡന്റ് ആയത്.
ഇനി പറയാനുള്ളത് 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എതിരായിട്ട് സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട്. അത് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയറ്റിക് അസോസിയേഷൻ എന്നാണ്. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയറ്റിക് അസോസിയേഷൻ എന്നാണ് അതിൻ്റെ പേര്. ഇനി സ്വദേശി എന്ന ആശയം ആദ്യമായി മുഴങ്ങിക്കേട്ട സമ്മേളനം 1905 ബനാറസ് സമ്മേളനം ആയിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു പ്രസിഡന്റ്. നേരത്തെ പറഞ്ഞു, ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു ബംഗാൾ വിഭജന സമയത്തെ പ്രസിഡന്റ്. അപ്പോൾ ഈ സമ്മേളനത്തിലാണ് സ്വദേശി എന്ന ആശയം മുഴങ്ങിക്കേട്ട സമ്മേളനം ഇതാണ്. ഇനി 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. ടാഗോറാണ് ആദ്യമായിട്ടിത് ആലപിച്ചത്. ജനഗണമന ആലപിച്ച സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വനിതാ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് വധിക്കപ്പെടുന്ന വ്യക്തിയും ഇന്ദിരാഗാന്ധി ആണ്. ഇന്ദിരാഗാന്ധിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ. ആ സ്ഥാനത്തിരുന്ന് വധിക്കപ്പെടുന്ന ആദ്യ വ്യക്തിയും ഇന്ദിരാഗാന്ധി ആണ്. ഇനി ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം 1935 ബോംബെ സമ്മേളനമാണ്. അതിൻ്റെ ആ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 1935 ബോംബെ സമ്മേളനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച ആദ്യ ചർച്ച നടക്കുന്നത്. ആ ചർച്ച ഉയർന്നു വന്ന സമ്മേളനമാണ് അത്. ഈ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായ സമ്മേളനം 1934 സമ്മേളനമായിരുന്നു. അതിൻ്റെ അധ്യക്ഷനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ 1935 ആണ് ബോംബെ സമ്മേളനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ആദ്യ ചർച്ച നടന്ന സമ്മേളനം. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.